ഹായ് മക്കളെ, +1 ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ +1ൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നവർ, ഇപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചില്ലെങ്കിലും അവർക്കും ഒന്ന് എന്ത് ചെയ്യാം, ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം തന്നെ ഓണപരീക്ഷ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഓണപരീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഓണപരീക്ഷ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. വളരെ വളരെ റയർ കേസസിൽ മാത്രമേ നിങ്ങളെ സ്കൂളിൽ എന്തുണ്ടാവുള്ളൂ, ഓണപരീക്ഷ ഇല്ലാതിരിക്കുള്ളൂ. അത് തന്നെ മേ ബി 1-2 സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് ഒന്നും ഇതുവരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അൺയൂഷ്വൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഓണപരീക്ഷ ഇല്ലാതിരിക്കൂ. രണ്ടാമത്തെ ചോദ്യം, അതൊരു ഒഫീഷ്യൽ എക്സാം ആയിരിക്കുമോ അൺഒഫീഷ്യൽ എക്സാം ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ്. അതിൽ നമുക്കൊരു ക്ലാരിറ്റി ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം ഇല്ല എന്നുള്ള ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഓണപരീക്ഷ ഒരു അൺഒഫീഷ്യൽ എക്സാം ആയിരിക്കും. എന്താ ഈ ഒഫീഷ്യൽ അൺഒഫീഷ്യൽ കൊണ്ട് സാർ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓണപരീക്ഷ ഗവൺമെന്റോ അതായത് വിദ്യാഭ്യാസ വകുപ്പൊന്നുമല്ല നടത്താൻ പോകുന്നത്. നിങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള ടീച്ചേഴ്സ്, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സോ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സ് എല്ലാം കൂടി ചേർന്നുള്ള ഒരു എക്സാം ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് കേരളത്തിൽ മൊത്തമുള്ള സ്കൂളുകളിൽ ഒരേ ചോദ്യപേപ്പർ ഉണ്ടാകാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇതൊരു അൺഒഫീഷ്യൽ എക്സാം ആയിരിക്കും. അടുത്ത ചോദ്യം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക, അൺഒഫീഷ്യൽ എക്സാം ആണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടന്റ് എക്സാം ആണോ എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് സ്കൂളിലെ ടീച്ചേഴ്സ് നടത്തുന്നതല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ ഇത്ര ഇമ്പോർട്ടൻസ് ആണ്, എന്തിനാ ഇത്ര ഹൈപ്പിൽ വീഡിയോ പറയുന്നത്? എടാ, ഇത് സ്കൂളിലെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും, ഞങ്ങൾ CE മാർക്ക്, CE എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ടീച്ചേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു മാർക്കാണ്. നിങ്ങൾ ഫിസിക്സിൽ 60 മാർക്കേ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എഴുതുന്നുള്ളൂ. 20 മാർക്ക് +1 ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരികയാണ്. ബാക്കി സബ്ജക്ട്സിലൊക്കെ അങ്ങനെ തന്നെ 20 മാർക്ക് ടീച്ചേഴ്സ് തരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഇത്തവണ എങ്കിലും CE മാർക്കിലുള്ള മാർക്ക് ദാനം കുറയ്ക്കണം എന്നുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോൾ മേ ബി ഇങ്ങനെ നിങ്ങൾക്ക് നടത്തിയിരിക്കുന്ന യൂണിറ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള എക്സാംസിൻ്റെയോ മാർക്കുകളായിരിക്കും CEക്ക് വേണ്ടി ഇനി മേ ബി പരിഗണിക്കുക. കേരളത്തിൽ മാർക്ക് ദാനം ഉണ്ടെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കീമിലെ വിവാദങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ മേ ബി ഒരു ബേസിസും ഇല്ലാതെ, ഒരു എക്സാമിന്റെ ബേസിസും ഇല്ലാതെ മാർക്ക് ദാനം ചെയ്യുന്ന പരിപാടി മേ ബി നിർത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളെ ടീച്ചേഴ്സ് മേ ബി പബ്ലിക് എക്സാം സമയത്ത് മാർക്ക് നിങ്ങൾക്ക് 20ൽ എത്ര തരണം എന്നാലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓണപരീക്ഷയോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റോ ക്രിസ്മസ് എക്സാമിൻ്റെയോ മാർക്കുകളൊക്കെ എന്ത് ചെയ്യും, പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് മാർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾ ആദ്യമായിട്ട് വിലയിരുത്തുന്ന ഒരു എക്സാം കൂടിയായിരിക്കും ഇത്. ചിലപ്പോൾ ഒരു യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, ഫിസിക്സിൽ ഒരു പാഠം, കെമിസ്ട്രിയിൽ ഒരു പാഠമൊക്കെ. അതല്ലാതെ 2-3 ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തുള്ള ഒരു ടെസ്റ്റ് നടന്നിട്ടില്ല. അപ്പോൾ അതുപോലൊരു ടെസ്റ്റ് നടക്കുമ്പോൾ പലപ്പോഴും അതിലൂടെയാണ് ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികളെ ടീച്ചേഴ്സൊക്കെ തിരിച്ചറിയാറ്. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങളെ ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ. അതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. മറ്റൊരു കാര്യം കൂടി, സ്കൂളുകാർ ഇത് നല്ല സീരിയസ് ആയി കാണാറുണ്ട്. കാരണം നിങ്ങളൊരു പുതിയൊരു സിസ്റ്റത്തിലോട്ട് വന്നതാണ്. നിങ്ങൾ 10ാം ക്ലാസ് വരെ മറ്റൊരു സ്കൂളിൽ പഠിച്ചു, മറ്റേ ടീച്ചേഴ്സ് ആയിരുന്നു. സോ ആദ്യമായിട്ട് നിങ്ങൾ എഴുതിയ ഒരു എക്സാം, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടൊരു എക്സാം ഒക്കെ സ്കൂളിൽ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് വെച്ച് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് നിങ്ങളുടെ PTA മീറ്റിങ്ങും നിങ്ങളുടെ പാരൻസുമായിട്ടൊക്കെ എന്ത് ചെയ്യാം, ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ്. അപ്പോൾ നല്ലൊരു ശതമാനം സ്കൂളുകളും, നല്ല ശതമാനം എല്ലാ സ്കൂളുകളിലും മിക്കവാറും സംഭവിക്കുക, നിങ്ങളുടെ ഓണപരീക്ഷ കഴിഞ്ഞ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു PTA മീറ്റിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ PTA മീറ്റിംഗ് ഉണ്ടാവും. നിങ്ങൾ 10ാം ക്ലാസ് ആലോചിച്ചേ, 10ാം ക്ലാസ്സിൽ ഓണപരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരു PTA മീറ്റിംഗ് ഇല്ലായിരുന്നു. ആ PTA മീറ്റിംഗ് നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് പല കുട്ടികളൊന്ന് സീരിയസ് ആയത്, അല്ലെങ്കിൽ പാരൻസ് ഒന്ന് അവെയർ ആയിട്ടുണ്ടാവുക. അപ്പോൾ പല കാര്യങ്ങൾ ചിലപ്പോൾ ഈ PTA മീറ്റിങ്ങിലൂടെ ചിലപ്പോൾ പാരൻസിനോട് ടീച്ചേഴ്സിന് പറയാനുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ ഈ മാർക്കും പെർഫോമൻസും മേ ബി എന്തായിരിക്കും, അടിസ്ഥാനമായേക്കാം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കാണാം. മറ്റൊരു കാര്യം, ഓണപരീക്ഷ വേണമെന്ന് ഇപ്പോൾ +2 പഠിക്കുന്ന പല കുട്ടികളും ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കൊരു ഒഫീഷ്യൽ എക്സാം ഒന്നും ഇല്ലായിരുന്നു, എന്നാൽ അവർ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നത് ക്രിസ്മസിനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആദ്യമായിട്ട് എക്സാം എന്നൊരു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രിപ്പറേഷൻ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു മോക്ക് എക്സാം ഒക്കെ നല്ലതാണ് എന്നാണ് പല ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും വാദം. നിങ്ങൾ അതിനോട് യോജിക്കുന്നെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓണപരീക്ഷ ഒരു സെൻട്രലൈസ്ഡ് എക്സാം വേണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സാമിന് പേടിയുള്ളവർ അയ്യോ എക്സാം ഒന്നും വേണ്ട, എന്തിനാ ഇയാൾ വെറുതെ എക്സാം, എടാ അങ്ങനെയല്ല.
അതിനൊരു പോസിറ്റീവ് വശം കൂടി ഉണ്ട്. അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ ഓണപ്പരീക്ഷ സീരിയസ് ആയി കണ്ടാൽ ആ ചാപ്റ്റേഴ്സ് നമ്മൾ സീരിയസ് ആയി പഠിക്കുകയും ചെയ്യും. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് നമുക്ക് നല്ല ശതമാനം എന്ത് ചെയ്യും, നമുക്ക് നല്ല രീതിയിൽ കൺസെപ്റ്റ് ഓറിയൻ്റ് ആയിട്ടോ ബൈ ഹാർട്ട് അടക്കം നമ്മൾ പഠിക്കും അല്ലേ. പിന്നീട് ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി എഫേർട്ട് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിവിഷൻ ആവുകയും ചെയ്യും. സോ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചാപ്റ്റേഴ്സ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും ഇത് ഫിക്സ് ചെയ്യുക. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി നിങ്ങളെ സ്കൂളിൽ ഫിസിക്സിൽ 3 പാഠമാണോ എടുത്തത് എങ്കിൽ 3 പാഠവും മിക്കവാറും എക്സാമിനുണ്ടാവും. 4 പാഠം എടുത്തു അല്ലെങ്കിൽ 3.5 പാഠം എടുത്തു, അങ്ങനെയാണെങ്കിൽ 3 പാഠത്തിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ആ രീതിയിലായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ടീച്ചേഴ്സ് എപ്പോഴാണ് പ്രഖ്യാപിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടൈം ടേബിൾ ഒഫീഷ്യലായിട്ട് പ്ലസ് ടുവിനൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഒഫീഷ്യൽ എക്സാം ഉണ്ടാവില്ല. അതുകൊണ്ടൊരു ടൈം ടേബിൾ സിസ്റ്റം നമുക്ക് പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഒരു ഓഗസ്റ്റ് ഒരു 1-2 വീക്ക് ആകുമ്പോൾ ഇത് പ്രഖ്യാപിക്കും. ഇനി ഒരു കാര്യം കൂടി അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ ഡേറ്റുകൾ എന്നായിരിക്കും എന്നല്ലേ. ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പല സ്കൂളുകളും പലതാണ്. നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം അതിൽ ഓഗസ്റ്റ് 20 ഡേറ്റ് വരുന്നത് കേട്ടോ. ഓഗസ്റ്റ് 20 തൊട്ടിട്ടാണ് ഓണപരീക്ഷ നടത്തേണ്ടതാണ്. ചിലപ്പോൾ ചില സ്കൂളുകൾ അതിന് മുമ്പ് നടത്തും, ചില സ്കൂളുകൾ അതിന് ശേഷമായിരിക്കും നടത്തുക. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ സ്കൂളിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കേട്ടോ, വീഡിയോ മറന്നു പോകും. അപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്കൂളിൽ ഒരു ഓഗസ്റ്റ് 2nd വീക്ക് ആകുമ്പോൾ എത്ര ചാപ്റ്ററാണോ ഓരോ സബ്ജക്ട്സിൽ എടുത്തത് ആ സബ്ജക്റ്റുകൾ വെച്ചിട്ടായിരിക്കും എക്സാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചില സ്കൂളുകൾ താഴെ കമൻറ്റ് കൂടി ചെയ്യണേ, നിങ്ങൾക്ക് മാത്സ് എത്ര ചാപ്റ്ററായി, കെമിസ്ട്രി എത്ര ചാപ്റ്ററായി, ഫിസിക്സ് എത്ര ചാപ്റ്ററായി, ബയോളജി എത്ര ചാപ്റ്ററായി എന്ന്. പല സ്കൂളുകളിലും കഴിഞ്ഞ വർഷം ഇതേ സമയം കൊണ്ട് 6-7 ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത സ്കൂളുകളുണ്ട്. അതുകൊണ്ട് ഓണത്തിന് 6-7 ചാപ്റ്റേഴ്സ്, ഈവൻ ക്രിസ്മസ് എക്സാമിൻ്റെ ടോപ്പിക്സ് പോലും കവർ ചെയ്ത സ്കൂളുകൾ മേ ബി ഇപ്പോഴേ ഉണ്ടായിരിക്കാം. അത് നല്ലത് തന്നെയാണ് കേട്ടോ, കാരണം നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി കൂടുതൽ റിവിഷൻ അത് സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്തത് മാർക്കിൻ്റെ കേസാണ്. മാർക്ക് സത്യത്തിൽ നിങ്ങൾക്ക് 60 മാർക്കിലാണ് എക്സാം നടത്തേണ്ടത്. പക്ഷെ ഒരു 3 ചാപ്റ്ററിൽ നിന്ന് 60 മാർക്ക് ഒപ്പിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ടീച്ചേഴ്സിന് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് നോക്കുമ്പോൾ പല സ്കൂളുകളിലും 25 അല്ലെങ്കിൽ 30 മാർക്കിൻ്റെ എക്സാമുകളാവാനാണ് ചാൻസ് വളരെ കൂടുതൽ. ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത സ്കൂളുകളിൽ 60 മാർക്കിൻ്റെ എക്സാം നടത്തിയേക്കാം. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് മൂഡിൽ ഒരു 25 to 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെജോറിറ്റി ടീച്ചേഴ്സും പ്രിപ്പയർ ചെയ്യുക. കാരണം അതിനെ നമുക്ക് സ്കോപ്പ് ഉള്ളൂ. ഇനി ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ആണ്. ഒഫീഷ്യലായിട്ടുള്ള ചാപ്റ്റർ വെയിറ്റേജ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരും. അതായത് ഒഫീഷ്യലായിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും, അതായത് ഈ ചാപ്റ്റർ ഇത്രയായിരിക്കും പബ്ലിക് എക്സാമിന് എന്നാണ് പറയാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെ സ്കൂളിൽ ടീച്ചേഴ്സ് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിലൊരു ഒഫീഷ്യൽ വെയിറ്റേജ് വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. എന്നാലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടീച്ചേഴ്സ് പറഞ്ഞു കേൾക്കുന്ന ആ ചാപ്റ്റേഴ്സിനൊക്കെ വെയിറ്റേജ് കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ, ഡോണ്ട് വറി. സബ്ജക്ട് വൈസ് നമ്മൾ ചെയ്യാം. ഒഫീഷ്യൽ വെയിറ്റേജ് എത്രയാണെന്നും അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ധാരണ കിട്ടും. ഒരു 30 മാർക്കിൻ്റെ എക്സാം ആകുമ്പോൾ അതിന് എത്ര മാർക്കോളം നിങ്ങളെ ചാപ്റ്ററിൽ വരാൻ ചാൻസ് എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ഇത് സ്വാഭാവികമായിട്ടും പഠിക്കേണ്ടേ എന്നുള്ളൊരു കാര്യമല്ലേ. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ? ഇല്ല, എനിക്കറിയാം നല്ലൊരു ശതമാനം പേര് പഠിക്കാൻ തുടങ്ങിയില്ല. ഒന്ന് ഹോണസ്റ്റ് ആയിട്ട് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ട് യെസ് അല്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോഴും +1 ഓളത്തിൽ ആ ഒരു പുതിയൊരു സ്കൂളിൽ വന്ന എൻജോയ്മെൻറ്റിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ നിങ്ങൾ ഇത് ഓണപരീക്ഷ കുറച്ച് ഒരു സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. അത് ഞാൻ പറയില്ല, ഒരു ഒഫീഷ്യൽ എക്സാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ചൂടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സും വലിയ ഗൗരവമായിട്ട് ചിലപ്പോൾ കാണാൻ ചാൻസ് കുറവാണ്. കാരണം എന്തില്ല, അതിൻ്റെ മാർക്കൊന്നും എവിടെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ സീരിയസ് ആയി കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സും ഇനി വരാനുള്ള ചാപ്റ്റേഴ്സും എല്ലാം കൂടി നിങ്ങൾ ക്രിസ്മസിന് പോയിട്ട് എന്ത് ചെയ്യപ്പെടും, നിങ്ങളെ സീനിയേഴ്സിന് ചോദിക്കുക. അവരെല്ലാവരും പെട്ടത് ക്രിസ്മസ് എക്സാമിനാണ്. കാരണം അവർക്കൊരു ഓണപരീക്ഷ എന്തില്ലായിരുന്നു, അത്ര സീരിയസ് അല്ലായിരുന്നു. അപ്പോൾ ഓണപരീക്ഷ സീരിയസ് ആയി കാണുകയും അതിന് ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നറിയാം, ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നാളെ നമ്മൾ ലൈവായിട്ട് നാളെ 7:30 PM നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓണം എക്സാം മൂഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഗിയർ ഷിഫ്റ്റ് ചെയ്യാണ്. നാളെ 7:30 എഡ്യൂപോർട്ടിൻ്റെ +1 ചാനലിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റഡി പ്ലാൻ പ്രസൻറ്റ് ചെയ്യും. പക്കാ ഓണം എക്സാം ബേസ്ഡ് ആയിട്ടായിരിക്കും. സോ നിങ്ങൾ 0-ൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, 10ാം ക്ലാസ്സുമായിട്ട് എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾ എന്തെല്ലാം ബുക്കുകൾ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണം, അതിൻ്റെ രീതികളും ഒക്കെ നമ്മൾ നാളെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 7:00 നിങ്ങൾ വരിക. അതിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ലൈവിൻ്റെ ഷെഡ്യൂളും നിങ്ങൾക്കുള്ളൊരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും, നിങ്ങൾ ഏത് ദിവസം പഠിക്കണം, ഏത് ദിവസം റിവൈസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനും ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരും. സോ ലൈവിൽ വരിക. താഴെ ലൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരെയും കൂട്ടി വരിക. നമുക്ക് ഒരുമിച്ച് ഈ ഓണപരീക്ഷ വിദ്യാഭ്യാസ വകുപ്പും ടീച്ചേഴ്സും സീരിയസ് അല്ലെങ്കിലും
നമുക്ക് സീരിയസ് ആയി കാണാം. കാരണം ഇത് നമ്മളുടെ ചോയ്സ് ആണ്, നമ്മളുടെ എഡ്യൂക്കേഷൻ ആണ്.